فصل نفي المدلول من غير الدليل മുക്കാബറത്ത് മദ്ലൂലായ ഒരു കാര്യത്തെ നഫി ചെയ്യുന്നു ദലീല് കൂടാതെ. ഞാനൊരു വിഷയം ഇവിടെ അവതരിപ്പിച്ചു, അത് ശരിയല്ല എന്നൊരാൾ എന്ന് പറയുക, അത് ശരിയാണ്, ശരിയല്ല എന്ന് പറഞ്ഞ് തെളിവുണ്ടോ? ഒന്നുമില്ല, ഞാൻ മുസ്ലിം വന്നു, അതിനെപ്പറ്റി പേരെന്താ മുക്കാബറേന്നാ, നാത്തുസ്മാവും അത് കേൾക്കപ്പെടുകയില്ല. ദലീല് ദലീലിന് മുമ്പ് തന്നെ അയാൾ ലാനുസല്ലിം പറഞ്ഞു, അല്ല ദലീലിനോട് കൂടെ പറഞ്ഞത്. എപ്പോഴാ പറഞ്ഞതെന്നറിയാമോ? ഖബല ഇഖാമത്തി ദലീല്, മുസ്തദിന്റെ ദലീല് നിലത്തുന്നതിന് മുമ്പ് അയാൾ ആ വിഷയം ദലീലോട് എന്ത് ചെയ്തു? വേണ്ടാന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അതിന് വസ്ബെന്ന് പറയും, ഒരു മര്യാദ പിടിച്ചുറയ്ക്കാനല്ലേ. കാരണം ഞാനൊരു വിഷയം പറഞ്ഞാൽ ദലീൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അയാൾ ചെയ്യാം, അപ്പൊ അതിന്റെ ഇടയിൽ കയറിയിട്ട് ദലീലി അലൈഹി, ആ മദലൂന്റെ മേൽ ദലീൽ നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? നഫി ചെയ്തു. അതിന് മുആറള എന്ന് പറയും. അങ്ങനെ ദലീലിനെ നിർത്തുമ്പം ആ ഖസ്മിന്റെ ദലീലിനെ നമുക്ക് അംഗീകരിക്കൽ നിർബന്ധമുണ്ടോ ഇല്ലെന്നാ. വഹൽ യുസ്തറത്തു ബിഹാ തസ്ലീമു ദലീലിൽ ഖസ്മി വലൗ മിൻ ഹൈഥു ളാഹിറു അം ലാ. അല്ലവ്വലു അശ്ഹറു, അതാണ് അശ്ഹറായത്. അല്ല ഏത് തസ്ലീം വേണോ വേണ്ടേന്ന്? വേണമെന്നുള്ളതാണ് അശ്ഹർ. അസാനി അദ്ഹർ. ലാക്കിൻ എങ്കിലും ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ യൽസമു നിർബന്ധമാകും ഹസ്റു വദീഫത്തി സായിലി, സായിലിന്റെ വദീഫ ക്ലിപ്തമാക്കണം. സായിൽ മുഅ്തറിദല്ലേ, അയാൾക്കൊരു വദീഫയുണ്ട്, അത് ക്ലിപ്തമാണ്. എവിടെ? ഫിൽ മന്നി. ഒന്നെങ്കിൽ അയാൾക്ക് മന്ന് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നഖ്ദ് ചെയ്യാം. മന്നും നഖ്ദും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ല? മിന്നാവുന, ഈ പറഞ്ഞതിൽ നിന്നാണ് തസ്ലീമ് ശർത്തില്ല എന്നതിനു വേണ്ടി തന്നെ ഇൽതസമ ബഅദുഹും, ബഅദ് ലാസിമാക്കി തന്നു. എന്തിനെ? തഖ്രീറഹാ മുത്ലഖൻ ബിതരീഖിൻ നഖ്ദി. കണ്ടാ, നഖ്ദിന്റെ മാർഗേന എന്ത് ചെയ്യണം? അതിനെ തഖ്രീറാക്കണം എന്നത് ചില ആൾക്കാർ എന്ത് ചെയ്തു? നിർബന്ധമാക്കി. മുഖീല പറഞ്ഞു, അല്ല പറയപ്പെട്ട അൽ മുആറദത്തു ഫിൽ ഖത്ഇയ്യാത്തി, ഖത്ഇയ്യായ കാര്യങ്ങൾ മുറാജഅ ചെയ്യൽ, അത് റാജിഅത്തുൻ, മുആറദ ചെയ്യൽ റാജിഅത്തുൻ ഇലൻ നഖ്ദി. വയസമ്മാ മുആറദത്തുൻ ഫിഹാ, അതിനുള്ള മുആറദയ്ക്ക് പേര് പറയപ്പെടും അൻ-നഖ്ദ എന്നും പേര് പറയും. വയസമ്മൻ നഖ്ദു മുആറദത്തുൻ ഫിഹാ എന്നാണ് അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെയാണ് ആ പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വായിച്ചു, 1 നമ്പർ വായിച്ചോളാം. ഖദ്ദമ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നൽ മൻഉ തലബു ദലീലി അലാ മുഖദ്ദിമത്തിൻ മുഅയ്യനത്തിൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്നൻ നഖ്ദ ഇബ്താലു ദലീലിൽ മുഅല്ലിലി ബഅദ തമാമിഹി എന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? ഇതിന് രണ്ടുമാണ് ഒരു വാദപ്രതിവാദ വിഷയത്തിൽ. ഒന്നുകിൽ മന്ന് വരണം, അല്ലെങ്കിൽ എന്ത് വേണം? നഖ്ദ് വരണം. അല്ലാതെ ഇടയിൽ കയറി പറച്ചിലും മനസ്സിലായില്ല. വഹുന, ഇവിടെ ബയ്യനൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഹുക്മു മാ ഇദാ സലക സായിലു ഗൈറ തരീഖിഹി. സായിലിന് ഒരു പ്രത്യേക ശൈലിയുണ്ട്, ആ ശൈലി അല്ലാത്തതിൽ അയാൾ കടക്കാൻ പാടില്ല. അങ്ങനെ കടന്നതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കണ്ടാ, ബിഅന്ന നഫിയൽ മദ്ലൂലി ദൂന ദലീലി, കണ്ടാ, വകാന നഫിയുഹു ലഹു ബിദൂനി ദലീലിൻ സവാഉൻ കാന ഖബല ഇഖാമത്തിൽ മുഅല്ലലി അദ്ദലീല ഔ ബഅദഹാ. ഒന്ന്, ബയ്യനൽ മുസന്നിഫ് അന്ന മിഥല ഹാദിഹിൽ അമൽ, അന്ന മിഥല ദാലികൽ അമലി അനിസായിലി മുഖാബറ. മുഖാബറ എന്ന് പറയും, അതിന്റെ പേര് മുനാദറ എന്ന് അല്ല. കണ്ടാ, മുഖാബറയാകുമ്പം വൈദൻ ലാ തുസ്മഉ കമാ അന്ന സായില ഇദാ അഖാമ ദലീല അലാ നഫിൽ മദ്ലൂലി ഖബല അൻ യുത്തിമ്മൽ മുഅല്ലിലു അദ്ദലീല അലൈഹി
കാന ദാലിക മിൻഹു ഗസ്ബൻ. അല്ലേ? തഖദ്ദമ രണ്ടാം നമ്പറോട് വെച്ചാണ്. തഖദ്ദമ അന്ന നഫിയൽ മദ്ലൂൽ ഖബല ഇഖാമത്തിൽ മുഅല്ലിനി അദ്ദലീല അലൈഹി ഗസ്ബൻ ഇദാ കാന ദാലിക ബിദ്ദലീലി വഅന്ന നഫിയഹു മിൻ ഗൈരി ദലീലിൻ അത് വലൗ ബഅദ ഇഖാമത്തിൽ മുഅല്ലിനി അദ്ദലീല അലൈഹി അതിന് മുഖാബറ. അല്ലാ അമ്മാ ഇദാ നഫാ അസ്സായിലു അൽ മദ്ലൂല بالدليل بعد إقامة المعلل الدليل عليه كان ذلك معارضا. അങ്ങനെയൊക്കെയാണ് മറ്റേന്നുള്ള വായിച്ചോളി. ولكن هل يشترط في صحة المعارضة تسليم دليل المعلل أم لا؟ خلاف. ذهب بعضهم إلى اشتراط التسليم وبعضهم إلى عدمه. അങ്ങനെയൊക്കെയാണ് കലാമിന്റെ അല്ലാസിലെ നഫീൽ മദ്ലൂലി അൻ യകൂന ഖബല ഇഖാമത്തിൽ മുദ്ദഇ ദലീല ഔ ബഅദഹ മിൻ ഗൈരി ദലീലി ദലീലിനെ കൂടാതെ മദ്ലൂൽ നഫീ ചെയ്യൽ അലൈഹി അതെങ്ങനെ بيقول السائل هذا المدلول المدلول എടുത്തോ ഇതെല്ലാം മാദിസ് مدلول ليس بصحيح എന്ന് من غير أن يقيم على عدم صحته صحيح അല്ല എന്നതിന്റെ മേൽ നിർത്തൽ കൂടാതെ അയാൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഏയ് എന്ന് പറഞ്ഞു. ലൈസ ബിസഹീഹ്. എന്നാൽ ലൈസ ബിസഹീഹ് പറഞ്ഞിട്ട് തെളിവ് പറിച്ചോ? അത് പറ്റില്ല. അതാ മിൻ ഗൈരി أن يقيم على عدم صحته دليلا അങ്ങനെ നിർത്തിയാൽ അതിന്റെ പേര് മുഖാബറത്തുൻ. നഫീ ദലീലി മുഖാബറത്തുൻ. അത് ഖബറാണ്. ആ മുഖാബറ ലാ തുസ്മഉ അല്ല വനഫിയുഹു ആ മദ്ലൂൽ നഫീ ചെയ്തു മഅ ഇഖാമത്തി സായിരി അദ്ദലീല അലൈഹി ഇതിനു മുമ്പ് ഖബല ഇഖാമത്തിൽ മുദ്ദഇ അദ്ദലീല അലൈഹി അതിന് ഗസ്ബുൻ അല്ല എന്നാ പേര് ഗസ്ബ് എന്നാണ്. കാരണം എന്താ? അത് ചെറിയൊരു പിടിച്ചറിയല്ലേ. ഞാനൊരു വിഷയം അല്ലാലും ആദിതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുല്ലു മുത്തഗയ്യിറിൻ ആദിദുൻ അല്ലാലും മുത്തഗയ്യിറുൻ കുല്ലു മുത്തഗയ്യിറിൻ ആദിദെന്ന് പറയുന്നതിന് മുമ്പായി കൊണ്ട് ഇയാൾ എന്ത് ചെയ്ത് കളഞ്ഞു? മനസ്സിലായില്ലേ? അതിന് ഗസ്ബുൻ സുമ്മിയ ഖുദ്ദിസ സിർറു സമ്മാ ഖുദ്ദിസ സിർറുഹു അല്ല മഹാനായ മുസന്നിഫ് പേര് വെച്ചു المدعى مدعي قبل إقامة المدعي الدليل مدلولا مدلول ആയില്ലല്ലോ. മദ്ലൂലിനെ നഫീ ചെയ്യാന്നല്ലേ പറഞ്ഞേ. മദ്ലൂലാണ് ദലീലും വേണ്ടേ. അത് മജാസ് നിലയിലാണെന്ന് എന്തോ ചെയ്യാം. അല്ലെങ്കിൽ ഔലി അന്നഹു മിൻ ശൈനിഹി അതിന്റെ ശൈനിൽ പെട്ടതാണ് എന്ത് യുഖീമ ദലീല അലൈഹി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ബഅദ ഇഖാമത്തി ദലീൽ എന്ന് പിന്നെ പറയുന്നുണ്ട്. അതിനോട് ചേർത്ത് അങ്ങോട്ട് ഖബല ഇഖാമത്തി ദലീൽ എന്ന് പറഞ്ഞതാണ്. തുമ്മൽ ഗസ്ബു ഈ പറഞ്ഞ ഗസ്ബും ലൈസ ബിമസ്മൂഇൻ ഇൻദൽ മുഹഖഖീൻ അല്ല വബഅദ ഇഖാമത്തിൽ മുഅല്ലിലി അദ്ദലീല അലൈഹി ബിമഅന അൽ മദ്ലൂലി അത് മുആറദത്തുൻ എന്ന്. അപ്പൊ നഫീ ചെയ്യുമ്പോഴേ മുആറദയാവോ എന്നും ഒന്നുമില്ല വാക്കിന്ന് വലാ യദ്ബ അലൈക നിന്റെ പേര് പോലല്ലേ. അന്നോ യുഫഹമു മിൻ ഹദൽ കലാമി അന്നൽ മുആറദത ഇബാറത്തുൻ നഫിയ്യി. മനസ്സിലായില്ല? ഏത് ഹാലിലോ തഅരീഫുക മുആറദയുടെ തഅരീഫ് സാബിഖു ദലീൽ വാദിഉൻ അലാ അന്നഹാ ഇഖാമത്തു ദലീൽ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇവിടെ നഫീ എന്നല്ലേ വന്നത്. ലഅല്ലഹു കണ്ടോ അതിൽ മക്കാനിൽ മുലാസമത്തി ബൈനൽ മഅനയൈനി രണ്ട് മഅനകളുടെ ഇടയിൽ പരസ്പരം എന്തുണ്ട്? മുലാസമത്തുണ്ടായി എന്ന സ്ഥാപനത്തിന് അത്ലഖാലൈഹിമ രണ്ടിന്റെ മേലും എന്ത് പറഞ്ഞു? മുആറദ എന്ന് പറഞ്ഞു എന്ന് കഴിഞ്ഞില്ലേ. സുമ്മ ഖുതുലിഫ പിന്നെ ഇഖ്തിലാഫാക്കപ്പെട്ടു ഫിസ്തിറാത്തി തസ്ലീമി ഈ തസ്ലീം ഷർത്തുണ്ടോ? വൈലൈ ഇതിലേക്കാണ് ഇഷാറത്തുൻ അല്ലെങ്കിൽ അശാറ ബി ഖൗലി എന്ന് വെച്ചാൽ മതി. വഹൽ യുഷ്തറത്തു ഫീഹാ മുആറദയിൽ ഷർത്തുണ്ടോ? തസ്ലീമു ദലീലിൽ ഖസ്മി വലൗ മിൻ ഹൈതു ളാഹിർ. ളാഹിർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ?
ബിഅല്ലം യതഅറദ് ലിദലീലി അസ്ലൻ ലാ ബിന്നഫി വലാ ബിൽ ഇസ്ബാത്തി. അയാൾ തെളിവായില്ല എന്നാലും നമുക്കുണ്ടോ അംഗീകരിക്കൽ വേണോ? അംല ഇസ്തറത്തു അല്ല അവലു ഷർത്താണ് അസ്ഗറു അസ്സാനി അതുപോലെ ഇസ്തിറാത്താണ് അസ്ഗറു ലിഅന്ന തസ്ലീമൽ മുഅല്ലിലി ഇല്ല ഒരു ലിഅന്ന തസ്ലീമ ദലീലൽ മുഅല്ലിലി മുഅല്ലിമീനൊക്കെ എഴുതിയേക്കുന്നത് യസ്തൽസിമു ആ മുഅല്ലിലിന്റെ ദലീലിനെ അംഗീകരിച്ചു കൊടുക്കൽ യസ്തൽസിമു ലാസിമാക്കും തസ്ദീഖ് മദ്ലൂലിഹി ബിഅസ്ബിൻ നാഗിരി. അപ്പൊ എന്തായി? ഫയൽസമു തസ്ദീഖൽ മുതനാഫിയിൻ വലകം തഖൂല തസ്ലീം എന്നാണ് ഇങ്ങനെ പറയാന്ന്. ഇന്ന മുറാദകും ബിത്തസ്ലീമി തസ്ലീമു ദലാലത്തിഹി അലാ മുദ്ദഅൽ ഖസ്മി എന്നാണ്. അതുകൊണ്ട് ഖസ്മിന്റെ വാദത്തിന്റെ മേലുള്ള ദലാലത്തിനെ അംഗീകരിച്ചു. വലാ യൽസമു മിൻ ദാലിക തസ്ലീമു മുദ്ദഅഹു ഹത്താ യൽസമ തസ്ദീഖുൽ മുതനാഫിയിൻ. ലകിൻ യൽസമു അലാ الثاني حصر وظيفة السائل في المني والنقض ولا يخفى عليك أنه إنما يلزم الأصل أن لو اشترط عدم التسليم، أما إذا لم يشترط عدم التسليم فلا، لأنه حينئذ يجوز أن يوجد معارضة مع التسليم غايته أن المعارضة الغير مقرونة مع التسليم. തസ്ലീമോടുകൂടെ അത് ചേർക്കപ്പെട്ടതാണ്. അത് തന്തരജു ഫിന്നഖ്ദിലും കടക്കും. വമിൻഹുന